ഖാസിം ബിനു മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു മുബാറക് തങ്ങളുടെ കൂടെ യാത്ര പോവുകയായിരുന്നു ഞങ്ങൾ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ മഹത്വം, ജനങ്ങൾക്കിടയിൽ അംഗീകാരം കിട്ടിയത് എന്ന് എൻ്റെ മനസ്സ് എന്നോടിങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്. അദ്ദേഹം ഹജ്ജ് ചെയ്യുന്നു, ഞങ്ങളും ഹജ്ജ് ചെയ്യുന്നു. അദ്ദേഹം നോമ്പെടുക്കുന്നു, ഞങ്ങളും നോമ്പെടുക്കുന്നുണ്ട്. അദ്ദേഹം യുദ്ധം ചെയ്യുന്നു, ഞങ്ങളും യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെ യാത്രക്കിടയിൽ ഞങ്ങളൊരു വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് വെളിച്ചം തന്നിരുന്ന വിളക്ക് കെട്ടുപോയി. കുറച്ച് സമയങ്ങൾക്കകം വെളിച്ചം പരന്നു. ആ സമയത്ത് ഇബ്നു മുബാറക് തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കി. ആ സമയത്ത് വെളിച്ചം നഷ്ടപ്പെട്ട ആ കുറഞ്ഞ നിമിഷത്തിനകം അദ്ദേഹത്തിൻ്റെ കൺതടങ്ങൾ നിറഞ്ഞ് കവിൾ തടങ്ങളിലൂടെ കണ്ണുനീര് ഒലിച്ച് താടി രോമങ്ങൾ കണ്ണുനീറുകൊണ്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ബിഹാദി ഖശിയ, റബ്ബിനോടുള്ള ഈ ഭയം കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത്. ആ ഇരുട്ട് പകർന്ന കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം ഖബർ ചിന്തിച്ചേക്കാം, പരലോകം ആലോചിച്ചേക്കാം, അദ്ദേഹം അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞതായേക്കാം. ഖശിയത്തുർ റഹ്മാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. ആ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്ന കണ്ണുനീരും ഒരു മനുഷ്യൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്, അർശിൻ്റെ തണൽ നൽകുന്ന കാര്യമാണ്, വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പിക്കുന്ന ഘടകവുമാണ്. വൈദാ ഖലൗത ബിരീബത്തിൻ ഫീ ളുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇലത്തുഇയാൻ. ഒരു ഇരുളിൽ നീ ഒറ്റക്ക് ആയാൽ ആ സമയം നിന്റെ ശരീരം നിന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുന്നതായേക്കാം. ഫസ്തഹി മിൻ നളരിൽ ഇലാഹി വകുല്ലഹാ ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. അപ്പോൾ നീ നിന്റെ ശരീരത്തോട് പറയണം, ഓ ശരീരമേ, ഇലാഹായ റബ്ബിൻ്റെ നോട്ടം നീ ആലോചിക്കുക. തീർച്ചയായും ഈ ഇരുട്ടിനെ പടച്ചവന് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നീ ജീവിക്കുക എന്ന് സ്വന്തം ശരീരത്തോട് നീ പറയുക. അള്ളാഹുവിനോടുള്ള തഖ്വയിലുള്ള ഭയവും ആ ഭയം കാരണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന വേദനയും ആ വേദനയിൽ ഉതിർന്നു വീഴുന്ന കണ്ണുനീരും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ മായ്ച്ചു കളയാനും ഈമാനിൻ്റെ ശോഭ ഉയർത്തുവാനും അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുവാനും നമുക്ക് വഴിയൊരുക്കും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.